Hello everyone, welcome to Ilan's Genius online classes. നമ്മളൊരു എക്സാമൊക്കെ നടത്തിയല്ലേ ഫിസിക്സ് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിൽ. അപ്പോൾ ഒരുവിധം എല്ലാവരും നന്നായിട്ട് സ്കോർ ചെയ്തു. അത്ര ടഫ് എക്സാം ഒന്നും ആയിരുന്നില്ല, എന്നാലും എല്ലാവരും നന്നായി ഫോളോ ചെയ്യുന്നുണ്ട്, നന്നായി പഠിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കിയത്. എനിവേ, ഇന്ന് നമ്മൾ ഫിസിക്സിലെ ലൈറ്റ് എന്ന ചാപ്റ്റർ നമ്മൾ ഏകദേശം 7 ലെക്ചേഴ്സ് ഇതുവരെ കഴിഞ്ഞു അല്ലേ. ഇനി ഇന്നത്തെ ഈ ഒരു ക്ലാസ്സോട് കൂടി നമ്മൾ ലൈറ്റ് എന്ന ചാപ്റ്റർ ഫിനിഷ് ചെയ്യാണ്. ഇത് ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ക്ലാസ്സാണ്. ഈ ചാപ്റ്ററുമായി അസോസിയേറ്റ് ചെയ്തിട്ട് തന്നെ ശരിക്കും ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെ പറയാവുന്ന ഒരു ചാപ്റ്ററും കൂടെ ഉണ്ട്. അത് നമ്മുടെ കണ്ണിനെ പറ്റിയും അതേപോലെ കളറിനെ പറ്റിയൊക്കെ പഠിക്കുന്നൊരു ചാപ്റ്ററാണ്. ഹ്യൂമൻ ഐ ആൻഡ് ദ കളർഫുൾ വേൾഡ് എന്നാണ് CBSE ടെക്സ്റ്റ് ബുക്കിലുള്ളത്. അതേപോലെ തന്നെ SCERT ടെക്സ്റ്റ് ബുക്കിലും സെയിം കണ്ടൻറ്റ് വരുന്ന ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ ഇന്നത്തോടു കൂടി നമ്മൾ ലൈറ്റ് എന്ന ചാപ്റ്റർ ഇവിടെ ഫിനിഷ് ചെയ്യും. അപ്പോൾ നമുക്ക് ബാക്കി ഉണ്ടായിരുന്നത് എന്താണെന്ന് എല്ലാവർക്കും ഓർമ്മയില്ലേ? ലെൻസിൻ്റെ പ്രോബ്ലംസ് ആണ്. ലെൻസ് ഫോർമുലയും ലെൻസിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെ സോൾവ് ചെയ്യുന്നുള്ള കാര്യമാണ് ബാക്കി ഉണ്ടായിരുന്നത്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? നിങ്ങളുടെ പഠിത്തം അതേപോലെ വീട്ടിലെ ലോക്ക്ഡൗൺ സ്റ്റേ എല്ലാം വളരെ ഹാപ്പിയായി തന്നെ പോകുന്നു വിചാരിക്കുന്നു. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ തുടക്കം തന്നെ ആദ്യം നോക്കാൻ പോകുന്നത് ലെൻസ് ഫോർമുലയാണ്. മിറർ ഫോർമുല നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. 1/v + 1/u = 1/f. അതേപോലെ തന്നെ ഉള്ളൊരു ഫോർമുലയാണ് ലെൻസ് ഫോർമുല. വളരെ സിമിലറാണ്, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ 1/v - 1/u = 1/f. ഇതാണ് ഏത് ഫോർമുല? ലെൻസ് ഫോർമുല. ഇതാണ് ലെൻസ് ഫോർമുല. മിററിൽ നിങ്ങൾക്കറിയാം 1/v + 1/u = 1/f ആയിരുന്നു. ഇവിടെ ഒരു മൈനസ് എക്സ്ട്രാ വന്നിട്ടുണ്ട് കമ്പയറിങ് ടു മിറർ ഇക്വേഷൻ. ഇതിൽ വി എന്താണ്, യു എന്താണ്, എഫ് എന്താണെന്നൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയില്ലേ എന്തൊക്കെയാണ്. വി എന്താണ്? ഇമേജ് ഡിസ്റ്റൻസ്. വി എന്നുള്ളത് ഇമേജ് ഡിസ്റ്റൻസ് ആണ്. യെസ്. യു എന്നുള്ളതോ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്. എഫ് നിങ്ങൾക്കറിയാം എന്താണ്? ഫോക്കൽ ലെങ്ത് ആണ്. എഫ് എന്നുള്ളത് ഫോക്കൽ ലെങ്ത് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് മിറർ ഫോർമുല. ഇത്ര നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഇതിൻ്റെ ഡെറിവേഷൻ ഒന്നും പഠിക്കാനില്ല, ഫോർമുല എന്താണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഡെറിവേഷനൊക്കെ നിങ്ങൾ +2 പഠിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ മിറർ ഇക്വേഷൻ പഠിച്ചു. 1/v + 1/u + 1/v + 1/u = 1/f പഠിച്ചു. എന്നിട്ട് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞ ടേമും പഠിച്ചിരുന്നു അല്ലേ. അതിൻ്റെ കൂടെ തന്നെ മാഗ്നിഫിക്കേഷൻ എന്ന ടേമും പഠിച്ചിരുന്നു. ഇവിടെയും എന്തുണ്ട്? മാഗ്നിഫിക്കേഷൻ ഉണ്ട്. മാഗ്നിഫിക്കേഷൻ അവിടെ പഠിച്ച അതേ മാഗ്നിഫിക്കേഷൻ, അതേ മീനിങ് തന്നെയാണ് ഇവിടെയുള്ളത്. ബേസിക്കലി അവിടെ എന്തായിരുന്നു? ഹൈറ്റ് ഓഫ് ഇമേജ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് എന്നായിരുന്നു. ഇവിടെയും അതേപോലെ തന്നെ ഹൈറ്റ് ഓഫ് ഇമേജ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ഇമേജ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ആണ് മാഗ്നിഫിക്കേഷൻ. അതിനെ സിമ്പിളായിട്ട് എഴുതി കഴിഞ്ഞാൽ HI/HO എന്ന് എഴുതാം. മാത്രമല്ല ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും ആയിട്ടുള്ള റിലേഷൻ പഠിച്ചിരുന്നു മിററിൽ. M = v/-v അല്ലായിരുന്നു. M = ഇവിടെ M = ഒന്നുകിൽ HI/HO ആണ്, അല്ലെങ്കിൽ v/u ആണ്. മിററിലുണ്ടായിരുന്ന ആ മൈനസ് ഇവിടെ നഷ്ടപ്പെട്ടു. ആ ഒരു വ്യത്യാസം മാത്രമേ ലെൻസിലേക്ക് വരുമ്പോൾ ഉള്ളൂ. ഓക്കെ, ചെറിയ വ്യത്യാസമാണ്, ഓർത്തിരിക്കാൻ എളുപ്പമാണ്. രണ്ടും ഒരേപോലെ തന്നെ പഠിച്ചാൽ മതി. സോ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ലെൻസ് ഫോർമുലയും പിന്നെ മാഗ്നിഫിക്കേഷനും. ഓക്കെ, ഇനി ഇന്ന് പഠിക്കേണ്ട ഒരു ടേമും കൂടെ ബാക്കിയുള്ളൂ. അതാണ് പവർ ഓഫ് എ ലെൻസ്. ഓക്കെ, പവർ ഓഫ് എ ലെൻസ്. പവർ ഓഫ് എ ലെൻസ്. അപ്പോൾ ഇതിൻ്റെ ഫോർമുലയിലൊക്കെ പോകുന്നതിൻ്റെ മുന്നേ പവർ എന്താണെന്ന് ആദ്യം പഠിക്കണം. പവർ എന്താണ്? പവർ ഓഫ് എ ലെൻസ് എന്നതിൻ്റെ മീനിങ് എന്താണ്? ഒരിക്കലും കാണാതെ പഠിക്കരുത്. വീണ്ടും ഞാൻ എല്ലാ ക്ലാസ്സിലും റിപ്പീറ്റ് ചെയ്യുന്ന കാര്യമാണ്. കാണാതെ പഠിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പോൾ പവർ ഓഫ് എ ലെൻസ് എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ലെൻസ് എക്സാമ്പിളായിട്ട് എടുക്കുകയാണ്. ഓക്കെ, ഒരു ലെൻസ് ഞാൻ എക്സാമ്പിളായിട്ട് എടുത്തു. ഇതിൻ്റെ ഫോക്കസ് ഇവിടെയാണ്. ഓക്കെ, അതിൻ്റെ ഫോക്കസ് ആ കൊടുത്തിട്ടുള്ള പോയിന്റിലാണ്. ഞാൻ ഈ റെഡ് കളർ കൊണ്ട് ആ പോയിന്റ് മാർക്ക് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും ക്ലിയറായി കാണുന്നില്ലേ? അപ്പോൾ ഇതിൻ്റെ ഫോക്കസ് അവിടെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും, പാരലലായിട്ട് വരുന്ന കുറച്ച് റിഫ്രാക്ഷൻ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും?
ആ കൊടുത്തിട്ടുള്ള ഫോക്കസിലൂടെയാണ് അത് എന്ത് ചെയ്യാൻ പോകുന്നത്, പാസ് ചെയ്യാൻ പോകുന്നത് അല്ലേ. പാരലൽ റേ വന്നിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആ ഫോക്കസിലൂടെ പാസ് ചെയ്യും. സോ ബേസിക്കലി നമുക്ക് പറയാം ഫോക്കസ് എന്നുള്ള പോയിന്റ് അല്ലെങ്കിൽ ഫോക്കൽ ലെങ്ത്ത്. ഇവിടെ ഫോക്കൽ ലെങ്ത്ത് എന്താണ്? ഇതാണ് ഫോക്കൽ ലെങ്ത്ത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. പറയുന്ന ലോജിക്ക് ക്യാച്ച് ചെയ്യാൻ നോക്കുക. ഓക്കെ. സോ ഫോക്കസ് അല്ലെങ്കിൽ ഫോക്കൽ ലെങ്ത്ത് എന്ന് പറയുന്നത് പാരലലായിട്ട് വരുന്ന റേ ഏത് പോയിന്റിലാണ് കൺവേർജ് ചെയ്യുക അല്ലെങ്കിൽ എത്ര ദൂരെയാണ് അത് കൺവേർജ് ചെയ്യാൻ പോകുന്നത് എന്ന ഐഡിയ ആണ് നമുക്ക് തരുന്നത് അല്ലേ. ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്, വളരെ സിമ്പിളാണ്, പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. എൻ്റെ അടുത്ത് വേറൊരു ലെൻസ് ഉണ്ട്. ഓക്കെ, വേറൊരു ലെൻസ് ഉണ്ട്. ആ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിൻ്റെത് ഈ ഒരു വെർട്ടിക്കൽ ലൈനിൽ വെച്ചിട്ട് ഞാൻ എവിടെയാണെന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഡോട്ടഡ് ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മേലത്തെ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്ത് താഴത്തെ ആ ലൈനുമായിട്ട് പ്രിൻസിപ്പൽ ആക്സിസുമായിട്ട് കമ്പയർ ചെയ്യുമ്പം എവിടെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ ലെൻസിൻ്റെ ഫോക്കസ് ഇത് ഇവിടെയാണ്. അല്ലെങ്കിൽ നമുക്കതിൻ്റെ ഫോക്കൽ ലെങ്ത്ത് എന്നുള്ളത് വളരെ ചെറുതാണെന്നും പറയാം അല്ലേ. മേലത്തേനെ കമ്പയർ ചെയ്യുമ്പം താഴത്തേൻ്റെ ഫോക്കൽ ലെങ്ത്ത് ചെറുതാണ്, ഫോക്കസ് കുറച്ചുകൂടെ അടുത്താണ്. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താ? സെക്കൻഡ് ലെൻസിൽ പാരലലായിട്ട് കുറച്ച് റേ വരികയാണ്. അതും നേരത്തെ കാണിച്ച പോലെ തന്നെ ഇതിലൂടെ എന്ത് ചെയ്യും? ആ പോയിന്റിലേക്ക് കൺവേർട്ട് ചെയ്യും. ശരിയല്ലേ? മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്ന ലോജിക്ക് എന്താണെന്ന്. സോ ഇവിടെ എന്താ സംഭവിച്ചത്? ശരിക്കും നമ്മൾ ലെൻസ് യൂസ് ചെയ്യുന്നത് എല്ലാവരും നല്ലോണം ശ്രദ്ധിക്കുക. ലെൻസ് യൂസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ലൈറ്റിനെ കൺവേർട്ട് ചെയ്യിക്കാനാണ്, അല്ലെങ്കിൽ ലൈറ്റിനെ ഡൈവേർട്ട് ചെയ്യിക്കാനാണ്. ഇതിന് രണ്ടിനാണ് നമ്മൾ യൂസ് ചെയ്യുക, ഒന്നെങ്കിൽ കൺവേർട്ട് ചെയ്യിക്കാൻ അല്ലെങ്കിൽ ഡൈവേർട്ട് ചെയ്യിക്കാൻ. അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് കൺവേർജിങ് ലെൻസിൻ്റെ സിറ്റുവേഷനാണ്, വരയ്ക്കാൻ എളുപ്പമൊക്കെ അതുകൊണ്ടാണ് ഞാൻ അതെടുത്തിട്ടുള്ളത്. എനിവേ, അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? ഫോക്കൽ ലെങ്ത് കുറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഫോക്കസ് കുറച്ചുകൂടി അടുത്തേക്ക് എത്തിയപ്പോൾ പെട്ടെന്ന് കൺവേർജായി. ശരിയല്ലേ? ഫോക്കൽ ലെങ്ത് കുറഞ്ഞപ്പോൾ പെട്ടെന്ന് എന്തായി? കൺവേർജായി. അല്ലെങ്കിൽ നമുക്കിങ്ങനെ ചിന്തിക്കാം, ഫോക്കൽ ലെങ്ത് കുറയുന്നതിനനുസരിച്ച് ലെൻസിൻ്റെ കൺവേർജ് ചെയ്യിക്കാനുള്ള അല്ലെങ്കിൽ ഡൈവേർജ് ചെയ്യിക്കാനുള്ള എബിലിറ്റി കൂടുന്നുണ്ട്. ഈ ഡയഗ്രത്തിൽ നിന്ന് ക്ലിയർ അല്ലേ അത്? ഫോക്കൽ ലെങ്ത് കുറയുമ്പോൾ ലെൻസിൻ്റെ കൺവേർജ് ചെയ്യിക്കാനുള്ള അല്ലെങ്കിൽ ലൈറ്റിനെ ഡൈവേർജ് ചെയ്യിക്കാനുള്ള എബിലിറ്റി കൂടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ആ എബിലിറ്റീനെയാണ് പവർ ഓഫ് എ ലെൻസ് എന്ന് വിളിക്കുന്നത്. എന്തെന്ന് വിളിക്കുക? പവർ ഓഫ് എ ലെൻസ് എന്ന് വിളിക്കുന്നത്. അതായത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി എന്താണ് പവർ ഓഫ് ലെൻസ് എന്നുള്ളത്. അത് മാത്രമല്ല, ഫോക്കൽ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് പവർ കുറയുമെന്നും ഫോക്കൽ ലെങ്ത് കുറയുന്നതിനനുസരിച്ച് പവർ കൂടുകയാണെന്നും നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ സിമ്പിളായിട്ട് പവർ ഓഫ് എ ലെൻസിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കാം. അത് ഫോക്കൽ ലെങ്ത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ് അല്ലെങ്കിൽ ഇൻവേഴ്സ് റിലേഷനാണ്. ഒന്ന് കൂടുമ്പോൾ മറ്റത് കുറയുകയാണ് ചെയ്യുക. ക്ലിയർ ആവുന്നുണ്ടോ എല്ലാവർക്കും? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ദെർഫോർ ഇക്വേഷൻ ഓഫ് പവർ എന്നുള്ളത് എന്താണ്? 1/f ആണ്. ഇക്വേഷൻ ഓഫ് പവർ 1/f ആണ്. ഫോക്കൽ ലെങ്ത്തിൻ്റെ ഇൻവേഴ്സ് ആണ് പവർ. അപ്പോൾ വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും P = 1/f എന്ന് കാണാതെ പഠിക്കാം. P = 1/f എന്ന് കാണാതെ പഠിക്കാം. ക്വസ്റ്റ്യൻ ചെയ്യാം. വളരെ സിമ്പിളാണ്, ആർക്കും ചെയ്യാം. പക്ഷേ അത് എന്തുകൊണ്ട് 1/f ആയി? എന്താണ് പവർ? അതാണ് നിങ്ങൾ ഓരോ ചാപ്റ്ററിലും പഠിക്കേണ്ടത്. ഓരോ ടേമിനും ഓരോ സെക്ഷനും ഓരോ ക്വാണ്ടിറ്റീനെ പറ്റി ഡിഫൈൻ ചെയ്യുമ്പോഴും എന്താണിത് എന്തിനാണിത് എന്നാണ് ചിന്തിക്കേണ്ടത്. അല്ലാതെ ഫോർമുല കാണാതെ പഠിക്കുകയല്ല നമ്മുടെ പ്രൈമറി ഒബ്ജക്റ്റീവ്. അപ്പോൾ എല്ലാവർക്കും ഇതോടുകൂടി എന്തുകൊണ്ട് ഇപ്പോൾ E = 1/f ആയി എന്നുള്ളത് മനസ്സിലായി. എന്തുകൊണ്ട് 2f അല്ല, എന്തുകൊണ്ട് f² അല്ല എന്നുള്ള കാര്യമൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പ് ചോദിക്കുക. ഓക്കെ, അപ്പോൾ പവർ എന്താണെന്ന് മനസ്സിലായി. ഈ 3 കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഇനി പവറിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. P = 1/f ആണ്. അതിൻ്റെ യൂണിറ്റ് ഡയോപ്റ്റർ ആണ്. D എന്ന ക്യാപിറ്റൽ D എന്ന ലെറ്റർ കൊണ്ടാണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുക. പവറിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ 1 ഡയോപ്റ്റർ = 1/f when f = 1 meter. അതായത് ആ യൂണിറ്റിൽ ചെറിയൊരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട്. 1 ഡയോപ്റ്റർ എന്ന SI യൂണിറ്റ് സ്റ്റാൻഡേർഡ് യൂണിറ്റ് എപ്പോഴാണ് വരുന്നത്? ഫോക്കൽ ലെങ്ത്ത് 1 മീറ്റർ ആകുമ്പോൾ. ഓക്കെ, സോ അതെന്തിനാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്ത് എന്ന് പറയുന്നത് സെൻറ്റിമീറ്റേഴ്സിലായിരിക്കും ക്വസ്റ്റ്യനിൽ ഉണ്ടാവുക. അല്ലെങ്കിൽ ജനറലി ലെൻസുകളുടെ ഫോക്കൽ ലെങ്ത്ത് സെൻറ്റിമീറ്റേഴ്സൊക്കെ ആവാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളോട് ഡയോപ്റ്ററിൽ കണ്ടുപിടിക്കാനാണ് പറയുക. ഡയോപ്റ്ററിലാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നിങ്ങളെ കിട്ടിയിട്ടുള്ള ഫോക്കൽ ലെങ്ത്തിനെ, സെൻറ്റിമീറ്റേഴ്സിൽ കിട്ടിയിട്ടുള്ള ഫോക്കൽ ലെങ്ത്തിനെ എന്താക്കണം? മീറ്റർ ആക്കണം. മീറ്റർ ആക്കിയിട്ട് 1/f അപ്ലൈ ചെയ്യണം. മീറ്റർ ആക്കിയിട്ട് എന്ത് ചെയ്യണം? 1/f
അപ്ലൈ ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇത് മെൻഷൻ ചെയ്തിട്ടുള്ളത്. സോ എഫ് ഈസ് ഇൻ മീറ്റേഴ്സ്, എഫ് മീറ്റേഴ്സിലാണ് ഈ ഇക്വേഷൻ്റെ കൂട്ടത്തിൽ എഴുതണം. എഫ് ഈസ് ഇൻ മീറ്റർ, എഫ് ഷുഡ് ബി ടേക്കൺ ഇൻ മീറ്റേഴ്സ്. സെൻറ്റിമീറ്റർ ആണെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, മീറ്റർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. 100 സെൻറ്റിമീറ്റർ ആണ് 1 മീറ്റർ, അതെല്ലാവർക്കും അറിയാം. ഓക്കെ, ഇനി നമുക്ക് അറിയാനുള്ളത് അടുത്ത ഭാഗം. മിററിൻ്റെ കേസിൽ കോൺകേവ് മിററിനും കോൺവെക്സ് മിററിനും നിങ്ങൾക്കറിയാം ഫോക്കൽ ലെങ്ത്ത് ഓരോന്നിനും ഓരോ സൈനായിരുന്നു. ഏതിനായിരുന്നു പോസിറ്റീവ്, ഏതിനായിരുന്നു നെഗറ്റീവ്? പെട്ടെന്നൊന്ന് ചാറ്റ് ബോക്സിൽ ആൻസർ ചെയ്യാൻ പറ്റുമോ? ഏത് ടൈപ്പ് മിററിനായിരുന്നു പോസിറ്റീവ് ഫോക്കൽ ലെങ്ത്ത്, ഏത് ടൈപ്പ് മിററിനായിരുന്നു നെഗറ്റീവ് ഫോക്കൽ ലെങ്ത്ത്? പെട്ടെന്ന് ആൻസർ ചെയ്യുക, എല്ലാവരും പെട്ടെന്ന് ആൻസർ ചെയ്യുക. എല്ലാവർക്കും ഓർമ്മയുണ്ടോ? എന്തായിരുന്നു? കോൺകേവ് മിററിന് നെഗറ്റീവും കോൺവെക്സ് മിററിന് പോസിറ്റീവും ആയിരുന്നു ഫോക്കൽ ലെങ്ത്ത്. നിങ്ങൾക്ക് എല്ലാവർക്കും ശരിയല്ലേ കിട്ടിയത്? ഓർമ്മയില്ലൊക്കെ. അപ്പോൾ കോൺകേവ് മിററിന് നെഗറ്റീവും കോൺവെക്സ് മിററിന് പോസിറ്റീവും ആയിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെയും 2 ലെൻസുകളുണ്ട്. ഒന്ന് കൺവേർജിങ് സ്വഭാവമുള്ളതാണ്, ഒന്ന് ഡൈവേർജിങ് സ്വഭാവമുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നിൻ്റെ ഫോക്കൽ ലെങ്ത്ത് നെഗറ്റീവും ഒന്നിൻ്റെ ഫോക്കൽ ലെങ്ത്ത് പോസിറ്റീവുമായിരിക്കും ഉണ്ടാവുക. അത് ഏതാണെന്നുള്ളത് ഡയറക്റ്റ് കാണാതെ പഠിക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. കാണാതെ പഠിക്കുന്നതിന് പകരം നമ്മളത് കണ്ടുപിടിക്കാൻ പോവാണ്. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ലെൻസ് ഫോർമുലയാണ്. ഈക്വൽ ടു 1/f. അപ്പോൾ എഫിൻ്റെ സൈൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് എന്താണ്? എഫിൻ്റെ സൈൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഏതാണ് നെഗറ്റീവ്, ഏതിൻ്റെയാണ് നെഗറ്റീവ്, ഏതിൻ്റെയാണ് പോസിറ്റീവ് എന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നോക്കാം. ആദ്യം ഞാനൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഏതിൻ്റെ എക്സാമ്പിളാണ്? കോൺവെക്സ് ലെൻസിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണ്. കോൺവെക്സ് ലെൻസിൽ ഫോക്കൽ ലെങ്ത് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഫോക്കസ് ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യാം. ഇവിടുന്ന് പാരലൽ റേ, ഇപ്പോൾ കുറച്ച് മുന്നേ ഡിസ്കസ് ചെയ്ത അതേ സംഭവം തന്നെ. പാരലൽ റേ വരുന്നു, 2 റിഫ്രാക്ഷൻ നടക്കുന്നു, എന്നിട്ട് ഈ പോയിൻറ്റിലൂടെ പോകുന്നു. ഓക്കെ, ഈ ഒരു എക്സാമ്പിളിൽ നമ്മൾ ലെൻസ് ഫോർമുല അപ്ലൈ ചെയ്യാൻ പോവാണ്. ഈ ഒരു എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ലെൻസ് ഫോർമുല അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ ഞാൻ ചോദിക്കട്ടെ, യു എന്താണ്? ഈ ഒരു എക്സാമ്പിളിൽ യു എന്താണ്? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എത്രയാണ്? ഒബ്ജക്റ്റ് എവിടെയാണ് വെച്ചിട്ടുള്ളത്? പാരലൽ ലൈറ്റ് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണ്. അപ്പോൾ ഒബ്ജക്റ്റിലേക്കുള്ള ഒപ്റ്റിക് സെൻറ്ററിൽ നിന്നുള്ള ദൂരം, ഒപ്റ്റിക്കൽ സെൻറ്ററിൽ നിന്നും ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം ഇൻഫിനിറ്റിയാണ്. ഇൻഫിനിറ്റി ഈ സിമ്പിൾ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. നിങ്ങൾക്കറിയില്ല, അതറിയോ? ഇൻഫിനിറ്റി ആണെന്ന് മനസ്സിലായി. എന്നിട്ട് ഇമേജ് ഫോം ചെയ്തിട്ടുള്ളത് എവിടെയാണ്? ഇമേജ് ഫോം ചെയ്തിട്ടുള്ളത് ഫോക്കസിലാണ്. ഇമേജ് ഫോം ചെയ്തിട്ടുള്ളത് ഫോക്കസിലാണ്. അതിനർത്ഥം വി ഈക്വൽ ടു എന്ത് വരും? വി ഈക്വൽ ടു എത്രയാന്ന് വരും? വി ഈക്വൽ ടു, എനിക്ക് വേണ്ടത് സൈനോട് കൂടിയിട്ടുള്ള വാല്യൂ ആണ്. സൈൻ അടക്കം എനിക്ക് നിങ്ങൾ പറഞ്ഞു തരണം എത്രയാണെന്നുള്ളത്. സൈൻ അടക്കമുള്ള വാല്യൂ എനിക്ക് പറഞ്ഞു തരണം. എന്താണ്? വി ഈക്വൽ ടു പോസിറ്റീവ്, ഈ ദൂരം എഫ് ആണെന്നുണ്ടെങ്കിൽ വി ഈക്വൽ ടു പോസിറ്റീവ് എഫ് ആണ് അല്ലേ? വി ഈക്വൽ ടു പോസിറ്റീവ് എഫ് ആണ്. എന്ന് വെച്ചാൽ ഒരു പോസിറ്റീവ് വാല്യൂ ആണ് വിയുടെ വരിക. കാരണം അതെന്ന് എല്ലാവർക്കും അറിയാം. സൈൻ കൺവെൻഷൻ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിയില്ലേ? ഇല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കുകയും ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇനി ഇത് നമ്മുടെ ലെൻസ് ഫോർമുലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1/(f) ഈക്വൽ ടു ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി, അത്രയും വിചാരിച്ചാൽ മതി. ആ ഒരു ലെങ്ത്ത് എന്നുള്ളത് പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണെന്ന് വിചാരിച്ചാൽ മതി. ഇങ്ങനെ കൺസിഡർ ചെയ്താൽ മതി. ഇതിനെ എഫ് എന്ന് വിളിക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? വി എന്ന് തന്നെ വിളിക്കാം. ഇമേജ് ഡിസ്റ്റൻസ് അല്ലേ അത്? ഇമേജിൽ ഫോം ചെയ്തിട്ടുള്ള പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എഫിന് പകരം നമുക്ക് എന്ത് എഴുതാം? വി എന്ന് തന്നെ എഴുതാം. എഫിന് പകരം വി എന്ന് തന്നെ എഴുതാം. നമ്മളത് ഉദ്ദേശിക്കുന്നത് ഇമേജ് ഫോം ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസിൻ്റെ സൈൻ ഏതാണെന്നാണ് ബേസിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ലെൻസ് ഫോർമുല അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. സോ 1/v, 1/positive v മൈനസ് 1/infinity ഈക്വൽ ടു 1/f. 1/positive v മൈനസ് 1/infinity ഈക്വൽ ടു 1/f. ഇതിൽ 1/v എന്നുള്ളത് പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. 1/v മൈനസ് 1/infinity എത്രയാണ്? ആർക്കെങ്കിലും അറിയാം 1/infinity എത്രയാണെന്ന്? ഇൻഫിനിറ്റി എന്നുള്ളത് വളരെ വലിയൊരു നമ്പറാണ് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം, നമുക്ക് മനസ്സിലാക്കാം. വളരെ ലാർജ് ആയിട്ടുള്ള ഒരു നമ്പറാണ്. കറക്റ്റ് വാല്യൂ ഒന്നുമില്ല, പക്ഷേ വളരെ വലുതാണ്. 1/, വളരെ വലിയൊരു നമ്പർ എന്ന് പറയുമ്പോൾ അത് ഏത് നമ്പറിലേക്കാണ് അത് ടെൻഡ് ചെയ്യുക? അത് പോകുന്നത് 0യിലേക്കല്ലേ അല്ലേ? അപ്പോൾ 1/10 ലക്ഷം
എന്ന് നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. അത് കഴിഞ്ഞ് 1/1000 കോടി ചെയ്തു നോക്കാം. അപ്പോൾ ഇതൊക്കെ സീറോയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 1/∞ എന്നുള്ളത് ആക്ച്വലി എന്തിലേക്ക് അടുക്കും? 0 എന്ന നമ്പറിനോടാണ് കൂടുതൽ അടുത്തിട്ടുണ്ടാവുക. സോ 1/v = 1/f എന്ന് കിട്ടി. വളരെ സിമ്പിളാണ്. സോ ഇതിൽ നിന്ന് നമുക്ക് v = f ആണെന്ന് കിട്ടി. അപ്പോൾ v ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. കാരണം നിങ്ങൾക്കറിയാം ഒപ്റ്റിക്കൽ സെൻറ്ററിൽ നിന്ന് ലൈറ്റിൻ്റെ ഡയറക്ഷനിലേക്കാണ് മെഷർ ചെയ്തിട്ടുള്ളത്. v എന്താണ്? പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എഫ് എന്ത് പോസിറ്റീവ് ആണെന്ന് മനസ്സിലായി. എഫ് എന്ത് ക്വാണ്ടിറ്റിയാണ്? പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് അല്ലെങ്കിൽ ലെൻസ് ഫോമിൽ അപ്ലൈ ചെയ്തപ്പോൾ v പോസിറ്റീവ് ആണെന്ന് മനസ്സിലായി. അതിൽ നിന്നും v = f ആയതുകൊണ്ട് എഫും പോസിറ്റീവാണ്. സോ കോൺവെക്സ് ലെൻസ് f is പോസിറ്റീവ്. കോൺവെക്സ് ലെൻസിന് ഫോക്കൽ ലെങ്ത് എന്താണ്? പോസിറ്റീവാണ്. ഓക്കെ, ഓർത്തിരിക്കുക. കോൺവെക്സ് ലെൻസിന് ഫോക്കൽ ലെങ്ത് പോസിറ്റീവാണ്. ക്ലിയർ അല്ലേ? ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി അടുത്തത് ഡിറൈവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേ ലോജിക്ക് തന്നെ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ കോൺകേവ് ലെൻസിന് അതെന്താകും? നെഗറ്റീവ് ആകും. കോൺകേവ് ലെൻസിന് നെഗറ്റീവാണ് ഫോക്കൽ ലെങ്ത്. അത് നിങ്ങൾ ആ ഫസ്റ്റ് പാരലൽ റേ വരുന്ന ഡയഗ്രം എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. കാരണം ഇടത് ഭാഗത്താണ് ഫോക്കസിലേക്ക് ഫോക്കസ് ഉള്ളത്. അപ്പോൾ ഒപ്റ്റിക്കൽ സെൻറ്ററിൽ നിന്നും ഇടത് ഭാഗത്തേക്ക് മെഷർ ചെയ്യുമ്പം ഡിസ്റ്റൻസ് നെഗറ്റീവാണ് കിട്ടുക. ഓക്കെ അല്ലേ എല്ലാവർക്കും? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി സൈൻ കൺവെൻഷൻ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നിങ്ങളുടെ ഓർമ്മയൊന്ന് പുതുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ പറയാം ലെൻസിൻ്റെ കേസിൽ എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ മിററിൽ പോളിൽ നിന്നായിരുന്നു എല്ലാം സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ഇവിടെ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക? ഒപ്റ്റിക്കൽ സെൻറ്ററിൽ നിന്നാണ് എല്ലാ ഡിസ്റ്റൻസും മെഷർ ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുക. ഇനി ലൈറ്റ് വരുന്നത് നമ്മളെപ്പോഴും വരക്കുന്നത് ഇങ്ങനെ ആയിരിക്കും. മോസ്റ്റ് ഓഫ് ദ കേസ് ഇതായിരിക്കും എപ്പോഴും ലൈറ്റിൻ്റെ ഡയറക്ഷൻ. കാരണം അങ്ങനെയാണ് നമ്മൾ വരച്ച് ശീലിച്ചിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിൽ ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് വരച്ച് ശീലിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പഠിക്കാനും അതേപോലെ ഫോമുല എഴുതാനൊക്കെ എളുപ്പമാണ്. സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വരക്കുക. ലെഫ്റ്റ് സൈഡിൽ എന്ത് ചെയ്യുക? ഒബ്ജക്റ്റിനെ വെക്കുക. അപ്പോൾ അവിടുന്ന് ലൈറ്റ് വരുന്നുണ്ട്. ലെഫ്റ്റ് ടു റൈറ്റ് ഡയറക്ഷനാണ് ലൈറ്റിൻ്റെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ മെഷർമെൻറ്റ്സിൽ ഇങ്ങോട്ട് മെഷർ ചെയ്യുന്നതൊക്കെ എന്തായിരിക്കും? പോസിറ്റീവ് വാല്യൂസ് ആയിരിക്കും. ഇങ്ങോട്ട് മെഷർ ചെയ്യുന്നതൊക്കെ നെഗറ്റീവ് വാല്യൂസ് ആയിരിക്കും. ലൈറ്റിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് മെഷർ ചെയ്യുന്നതൊക്കെ നെഗറ്റീവ് ആയിരിക്കും. പിന്നെ വെർട്ടിക്കൽ മെഷർമെൻറ്റ്സിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളാണ് അറിയാം. നേരെ മേലേക്ക് മെഷർ ചെയ്യുന്നത് എന്താണ്? പോസിറ്റീവ് വാല്യൂസ് ആയിരിക്കും. താഴേക്ക് മെഷർ ചെയ്യുന്നത് നെഗറ്റീവാണ്. ഇത്രയേ ഉള്ളൂ സൈൻ കൺവെൻഷൻ. മിററിൽ പഠിച്ച അതേ സംഭവം തന്നെ, അത് തന്നെ ഇവിടെ അപ്ലൈ ചെയ്യണമെന്ന് മാത്രം. ഓക്കെ, പിന്നെ ഇമേജ് ഫോർമേഷൻ പൊസിഷനൊക്കെ എല്ലാവർക്കും അറിയണം. എങ്കിൽ മാത്രമേ പ്രോബ്ലം ചെയ്യുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയേ ഉള്ളൂ അവസാനത്തെ ഭാഗം. ഓക്കെ, ലെൻസ് ഫോമുല, പവർ, അതേപോലെ തന്നെ മാഗ്നിഫിക്കേഷൻ, പിന്നെ സൈൻ കൺവെൻഷൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൂടെ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് പ്രോബ്ലംസ് ചെയ്യുന്നു. ഈ ക്ലാസ്സിൽ കുറച്ച് പ്രോബ്ലംസ് ചെയ്യുന്നു. എല്ലാവരും റെഡി ആയിരിക്കുക പ്രോബ്ലംസ് ചെയ്യാൻ. അത് കഴിഞ്ഞ് ഒരു 5 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്കായിട്ടും തരും. അതെല്ലാവരും സോൾവ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. A concave lens has focal length 15 centimeters. A concave lens has focal length 15 centimeters. ചെയ്ത് എല്ലാവരും പെട്ടെന്ന് വായിച്ചു നോക്കുക. At what distance should the object from the lens be placed so that it forms an image at 10 centimeters from the lens? ഒബ്ജക്റ്റ് എവിടെ പ്ലേസ് ചെയ്യണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇത് കോൺകേവ് ലെൻസാണ്. കോൺകേവ് ലെൻസാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ F = എല്ലാവരും പെട്ടെന്ന് പറയാം, പോസിറ്റീവാണോ മൈനസ് നെഗറ്റീവാണോ? ഇപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുള്ളൂ. എന്താണ്? -15 സെൻറ്റിമീറ്റേഴ്സ് ആണ്. -15 സെൻറ്റിമീറ്റേഴ്സ് ആണ് ഫോക്കൽ ലെങ്ത്. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? U ആണ് കണ്ടുപിടിക്കേണ്ടത്. U നമുക്കറിയില്ല, കണ്ടുപിടിക്കണം. V എത്രയാണ്? V = 10 സെൻറ്റിമീറ്റർ ഫ്രം ദ ലെൻസ്. കോൺകേവിൽ നിന്നും 10 സെൻറ്റിമീറ്റേഴ്സ് ആയിട്ടാണ് എന്ത് ഫോം ചെയ്തിട്ടുള്ളത്? ഇമേജ് ഫോം ചെയ്തിട്ടുള്ളത്. ഇമേജ് ഡിസ്റ്റൻസ് ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ,
അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, വി ഈക്വൽ ടു 10 സെൻറ്റിമീറ്റേഴ്സ് അതിൻ്റെ സൈനും കൂടെ ചെക്ക് ചെയ്യണം. വി ഈക്വൽ ടു 10 സെൻറ്റിമീറ്റേഴ്സിൻ്റെ സൈൻ എന്താണെന്നും കൂടെ നോക്കണം. അപ്പോൾ നിങ്ങൾക്കറിയാം കോൺകേവ് ലെൻസിൻ്റെ ഇമേജ് ഫോർമേഷനൊക്കെ ഓർമ്മയുണ്ടോ? ഒബ്ജക്റ്റ് വെച്ച അതേ സൈഡിൽ തന്നെയാണ് എന്ത് ഫോം ചെയ്യുക, വിർച്വൽ ഇമേജ് ഫോം ചെയ്യുക. ഒബ്ജക്റ്റ് വെച്ചിട്ടുള്ള അതേ സൈഡിൽ തന്നെയാണ് വിർച്വൽ ഇമേജ് ഫോം ചെയ്യുക. അപ്പോൾ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? ലൈറ്റിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇമേജ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇത് നെഗറ്റീവാണ് വരിക. ഓക്കെ, F ഈക്വൽ ടു -15 V ഈക്വൽ ടു -10 ആണ് വരിക. കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇമേജ് ഫോർമേഷനൊക്കെ സെപ്പറേറ്റ് ഒരു ക്ലാസ്സിൽ തന്നെ പഠിച്ചത്. അപ്പോൾ അത് ആരും ഇഗ്നോർ ചെയ്ത് ആ 8 കേസും കൃത്യമായിട്ട് ഓർമ്മ ഉണ്ടാവണം. ഓരോ പൊസിഷനിൽ വെച്ചാലും എവിടെ ഇമേജ് ഫോം ചെയ്യുന്നുള്ളത്, എങ്കിൽ മാത്രമേ ഇങ്ങനെ എളുപ്പത്തിൽ സൈൻ കൺവെൻഷൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി പ്രത്യേകിച്ച് എൻ്റെ ഹെൽപ്പൊന്നും ആവശ്യമില്ല. 1/v - 1/u ഈക്വൽ ടു 1/f ആണ് അപ്ലൈ ചെയ്യേണ്ടത്. 1/v - 1/u ഈക്വൽ ടു 1/f ആണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ഞാൻ വാല്യൂസ് കൊടുക്കുകയാണ്. 1/-10 - 1/u ഈക്വൽ ടു 1/-15. ഇങ്ങനെ തന്നെയാണോ എല്ലാവർക്കും കിട്ടുന്നത്? ഇങ്ങനെ തന്നെയാണോ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇനി ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യണം. പ്ലസ് 1/15 ഈക്വൽ ടു 1/u. ഫ്രാക്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊണ്ടുപോവുക, എന്നിട്ട് വേരിയബിൾ ഒരു സൈഡിലേക്ക് ആക്കുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, അവസാനം യുവിൻ്റെ ആൻസർ കിട്ടും. കിട്ടൂല എല്ലാവർക്കും? കിട്ടിയോ? ഞാൻ എല്ലാവർക്കും അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സമയം തരുന്നത്. സോ ഫൈനലി നിങ്ങൾക്ക് കിട്ടും u ഈക്വൽ ടു -30 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. u ഈക്വൽ ടു -30 സെൻറ്റിമീറ്റർ. ഒന്നുമില്ല, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് റെസിപ്രോക്കൽ എടുത്താൽ മതി അവസാനം. u ഈക്വൽ ടു -30 സെൻറ്റിമീറ്റേഴ്സ് ആണെന്ന് കിട്ടും. അപ്പോൾ ഓക്കെ ഫൈൻ. അപ്പോൾ u കിട്ടി. അതായിരുന്നു നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരുന്നത്. അപ്പോൾ നമുക്ക് പറയാം ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് 30 സെൻറ്റിമീറ്റേഴ്സ് ആണെന്ന് പറയാൻ പറ്റും. ഇനി ഫൈൻ ദ മാഗ്നിഫിക്കേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ലെൻസ്. മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാൻ അതിനേക്കാൾ എളുപ്പമാണ്. അത് വെറുതെ v/u എടുത്താൽ മതി. v എത്രയാണ്? -10. u ഈക്വൽ ടു -30 എന്ന് വെച്ചാൽ 1/3 പ്ലസ് 1/3 ആണ് മാഗ്നിഫിക്കേഷൻ. ശരിക്കും പ്ലസ് തന്നെയാണ് വരേണ്ടത് അല്ലേ? വിർച്വൽ ഇമേജ് എന്ന് പറയുമ്പം ഇറക്റ്റാണ്. ഇറക്റ്റ് ഇമേജ് എന്ന് പറയുമ്പം മാഗ്നിഫിക്കേഷൻ എന്താണ്? ഇപ്പോൾ പോസിറ്റീവ് തന്നെയാണ് വരുന്നത്. കാരണം ഹൈറ്റ് ഓഫ് ഇമേജും ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റും രണ്ടും പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്ന് മുകളിലേക്കാണ് നിൽക്കുന്നത്, മെഷർ ചെയ്യുന്നത്. അതുകൊണ്ട് പ്ലസ് 1/3 തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്? കിട്ടേണ്ടത്. ഇത് തന്നെയാണോ എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത്? സിമ്പിൾ ക്വസ്റ്റ്യനാണ്. സൈൻ കൺവെൻഷൻ മാത്രം അറിഞ്ഞാൽ മതി. ഈ ലൈറ്റ് എന്ന ചാപ്റ്ററിലെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A 2 centimeter tall object is placed perpendicular to the principal axis of a convex lens of focal length 10 centimeters. അപ്പോൾ പ്രോബ്ലം ചെയ്യുന്ന ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാവർക്കും അറിയില്ല. ആദ്യം തന്നെ എന്ത് ചെയ്യുക? പെട്ടെന്ന് തന്നെ എടുത്ത് എഴുതുക. HO ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ഈക്വൽ ടു 2 സെൻറ്റിമീറ്റേഴ്സ്. പിന്നെ ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺവെക്സ് ലെൻസ് പോസിറ്റീവാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇത് പ്ലസ് 10 സെൻറ്റിമീറ്റർ തന്നെ എഴുതാം. ഡിസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റ് ഫ്രം ദ ലെൻസസ് 15 സെൻറ്റിമീറ്റേഴ്സ്. u ആണത്. u ഈക്വൽ ടു പ്ലസ് 15 ആണോ -15 ആണോ? u എപ്പോഴും മൈനസ് തന്നെയാണ് മിക്കവാറും വരിക. ഓക്കെ, നിങ്ങളുടെ എസ്പെഷ്യലി 10th സ്റ്റാൻഡേർഡ് ലെവലിൽ u മൈനസ് തന്നെ ആയിരിക്കും വരിക. ഓക്കെ, അതിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. u ഈക്വൽ ടു -10 തന്നെ ആയിരിക്കും. കാരണം ഒരു സൈഡിൽ ഒബ്ജക്റ്റ് വെക്കുന്ന അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ലൈറ്റ് വരിക. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്തായിരിക്കും? അക്കോർഡിംഗ് ടു സൈൻ കൺവെൻഷൻ അത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമുക്കറിയാം. സോറി, 10 അല്ല 15 ആണ് ക്വസ്റ്റ്യനിലുള്ളത്. -15 ആണ് u. ഫൈൻഡ് ദ നേച്ചർ, പൊസിഷൻ ആൻഡ് സൈസ് ഓഫ് ഇമേജ്. കണ്ടുപിടിക്കാൻ പറ്റില്ലേ? ഫൈൻഡ് ദ നേച്ചർ, പൊസിഷൻ ആൻഡ് സൈസ് ഓഫ് ഇമേജ്. അപ്പോൾ ആദ്യം വേണ്ടത് പൊസിഷനാണ്. പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാനിത് ഇവിടെ 1/v - 1/u ഈക്വൽ ടു 1/f എന്ന് കൊടുത്തു. അതിൽ 1/v ഒരു സൈഡിലേക്ക് വെക്കാം, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് v ആണ് കണ്ടുപിടിക്കേണ്ടിയിരുന്നത്. സോ ഇതെന്ത് വരും? 1/10 പ്ലസ്, കാരണം -1/u ആണ് അപ്പുറത്തേക്ക് പോകുന്നത്. ഇവിടെ അടിയിൽ ആരുണ്ട്? 15 തന്നെ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? 1/v ഈക്വൽ ടു -15 + 10 -5 അല്ലേ മേലെ വരിക, ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു -15 എന്ന് വരും. ഇങ്ങനെ തന്നെയാണ് വരുന്നത്. എത്ര ആൻസർ വരുന്നത്? ആൻസർ കിട്ടുന്നുണ്ടോ? ആൻസർ 1/30 എന്ന് വരും. അതായത് v ഈക്വൽ ടു +30 സെൻറ്റിമീറ്റേഴ്സ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര കിട്ടിയത്? +30 സെൻറ്റിമീറ്റേഴ്സ് ആണ് കിട്ടേണ്ടത്.
അതേപോലെ തന്നെ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. V/U ആണ് മാഗ്നിഫിക്കേഷൻ. കറക്റ്റ് സൈനോട് കൂടി അപ്ലൈ ചെയ്യുക. 30/U എന്ന് പറയുന്നത് എത്രയാണ്? -15 ആണ്. ദെർഫോർ -2 കിട്ടി മാഗ്നിഫിക്കേഷൻ. അപ്പോൾ ഇനി നേച്ചർ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട? റേ ഡയഗ്രം ഒന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല. മാഗ്നിഫിക്കേഷൻ മൈനസ് ആണെന്ന് പറഞ്ഞാൽ തന്നെ അറിയാം ഹൈറ്റ് ഓഫ് ഇമേജും ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റും രണ്ടും സെയിം ഓറിയൻറ്റേഷൻ അല്ല, രണ്ടും ഡിഫറെൻറ്റ് ഓറിയൻറ്റേഷൻ ആയതുകൊണ്ടാണ് മൈനസ് കിട്ടിയത്. അപ്പോൾ ഡിഫറെൻറ്റ് ഓറിയൻറ്റേഷൻ വരണമെന്നുണ്ടെങ്കിൽ അത് ഇറക്റ്റ് ഇമേജ് അല്ല, അത് ഇൻവേർട്ടഡ് ഇമേജ് ആണ്, റിയൽ ആയിരിക്കണം. ഓക്കെ, സോ നേച്ചർ ഓഫ് ഇമേജ് എന്താണ്? റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. സിമ്പിൾ അല്ലേ? അപ്പോൾ അത് നിങ്ങൾ സോൾവ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഞാനൊരു 5 സെക്കൻഡ് കൂടെ തരാം, സൊല്യൂഷൻ നോക്കാം. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ നോട്ട് ചെയ്ത് വെക്കാം, എന്നിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് ചോദിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ കോൺവെക്സ് ലെൻസ് ഫോംസ് എ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ഓഫ് എ നീഡിൽ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 50 സെൻറ്റിമീറ്റർ ഫ്രം ഇറ്റ്. ഇവിടെ നേച്ചർ തന്നിട്ടുണ്ട് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണെന്ന്. വേർ ഇസ് ദ നീഡിൽ പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ കോൺവെക്സ് ലെൻസ് ഇഫ് ദ ഇമേജ് ഈസ് ഈക്വൽ ടു ദ സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ്? ഓൾസോ ഫൈൻഡ് ദ പവർ ഓഫ് ലെൻസ്. അപ്പോൾ 2 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു, ഞാൻ തന്നെ നിങ്ങളെ കൂടെ ചെയ്തു. ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു 1 മിനിറ്റ് സമയം തരാം, എല്ലാവരും സ്റ്റാർട്ട് ചെയ്തോളൂ, എന്നിട്ട് ഞാൻ പതുക്കെ കൂടെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എല്ലാവരും അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക, ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക, ചെയ്തു നോക്കുക. കിട്ടുന്നുണ്ടോ? അപ്പോൾ ഇവിടെ എന്താ തന്നിട്ടുള്ളത്? ഇമേജ് ഡിസ്റ്റൻസ് ആണ് തന്നിട്ടുള്ളത്. ഇമേജ് ഡിസ്റ്റൻസ് V ആണ് തന്നിട്ടുള്ളത്, 50 സെൻറ്റിമീറ്റേഴ്സ്. അപ്പോൾ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കോൺവെക്സ് ലെൻസിൽ നിങ്ങൾക്കറിയാം മിക്കവാറും കേസുകളിൽ 5 കേസിലും റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരുന്നു. ഒരു കേസിൽ മാത്രമാണ് എന്ത് കിട്ടിയത്? വിർച്വൽ ഇമേജ് കിട്ടിയിട്ടുള്ളത് അല്ലേ? അപ്പോൾ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഒക്കെ കിട്ടിയിരുന്നത് ഓപ്പോസിറ്റ് സൈഡിലാണ്, ഒബ്ജക്റ്റ് വെക്കുന്നതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിയുടെ സൈൻ എന്തായിരിക്കും? പ്ലസ് തന്നെ ആയിരിക്കും. വിയുടെ സൈന് പ്ലസ് തന്നെ ആയിരിക്കും. ഇനി വേർ ഈസ് ദ നീഡിൽ പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദി കോൺവെക്സ് ലെൻസ് ഇഫ് ദ ഇമേജ് ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ്? ഇഫ് ദ ഇമേജ് ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ്. വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. സെയിം സൈസ് കിട്ടിയിരുന്നത് എപ്പോഴാണ്? സെയിം സൈസ് കിട്ടിയിരുന്നത് 2F വെച്ചപ്പോഴായിരുന്നു അല്ലേ? സെയിം സൈസ് കിട്ടിയിരുന്നത് 2F വെച്ചപ്പോഴായിരുന്നു. ഇതിനാണ് ഞാൻ ഇമേജ് ഫോർമേഷൻ എല്ലാവരോടും കൃത്യമായി പഠിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലായി? ഈ V ഈക്വൽ ടു എന്താണ്? 2F ആണ്. അതേപോലെ യും എന്താണ്? 2F ആണ്. അപ്പോഴായിരുന്നു സെയിം സൈസുള്ള ഇമേജ് കിട്ടിയിരുന്നത്. അപ്പോൾ അതിനർത്ഥം ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ, വേർ ഈസ് ദ നീഡിൽ പ്ലേസ്ഡ്? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് അപ്പോൾ എത്രയായി? 50 തന്നെ. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്നുള്ളത് -50 സെൻറ്റിമീറ്റേഴ്സ് ആണ്. അതിൻ്റെ വാല്യൂ സെൻറ്റൻസിൽ എഴുതുമ്പോൾ നിങ്ങൾക്ക് എന്ത് പറഞ്ഞാൽ മതി? 50 സെൻറ്റിമീറ്റേഴ്സ് ആണ് നീഡിൽ ഇരിക്കുന്ന പൊസിഷൻ, 50 സെൻറ്റിമീറ്റേഴ്സ് ദൂരെയാണെന്ന് എഴുതിയാൽ മതി. ഇനി പവർ ഓഫ് ലെൻസ്, പവർ ഓഫ് ദ ലെൻസ് എല്ലാവരും കണ്ടുപിടിച്ച്. ക്ലൂ ഞാൻ തരാം, P = 1/f. എല്ലാവരും പവർ ഓഫ് ലെൻസ് ഈ കേസിൽ കണ്ടുപിടിക്കുക എത്രയായിരിക്കും എന്ന്. പെട്ടെന്നാവട്ടെ. വാട്ട് ഈസ് ദ പവർ ഓഫ് ദ ലെൻസ്? ഈ സിറ്റുവേഷനിൽ പവർ ഓഫ് ലെൻസ് എന്തായിരിക്കും? ഞാൻ പറഞ്ഞു ആകെ ചെയ്യേണ്ടത് ആദ്യം ഫോക്കൽ ലെങ്ത്തിനെ മീറ്റേഴ്സ് ആക്കണം, എന്നിട്ട് വേണം 1/f സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇൻ ഡയോപ്റ്ററിലെ ആൻസർ എഴുതാൻ. അത് മാത്രമേ നിങ്ങളിവിടെ ചെയ്യേണ്ടുള്ളൂ. സോ P = 1/, P = 1/. ബൈ ദ വേ, ഇതിൽ നിന്ന് നമ്മൾ ആദ്യം F എഴുതണമായിരുന്നു. ഓക്കെ, ഇതിൽ നിന്ന് ആദ്യം ഫോക്കൽ ലെങ്ത്ത് കോൺവെക്സ് ലെൻസിൻ്റെ പോസിറ്റീവാണ്, പ്ലസ് 25 സെൻറ്റിമീറ്റേഴ്സ് ആണ് ഫോക്കൽ ലെങ്ത്ത്, പ്ലസ് 25 സെൻറ്റിമീറ്റേഴ്സ് ആണ് ഫോക്കൽ ലെങ്ത്ത് അല്ലേ? വീൻ്റെ പകുതിയാണ്. 2F ഒബ്ജക്റ്റ് വെച്ചിട്ടുള്ളത്, 2F തന്നെയാണ് ഇമേജ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പകുതി 25 സെൻറ്റിമീറ്റേഴ്സ്. ഇനി ഇത് മീറ്റേഴ്സിലാക്കുമ്പോൾ എത്ര വരിക? 100 സെൻറ്റിമീറ്റേഴ്സ് ഒരു മീറ്ററാണ്. 25 സെൻറ്റിമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ 1/4 അല്ലേ? അല്ല, അല്ലെങ്കിൽ ഇതിന് എന്ത് ചെയ്താൽ മതി? 10⁻² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സെൻറ്റി എന്ന് പറഞ്ഞാൽ എന്താ? 10⁻² ആണ്. സെൻറ്റി എന്ന് പറഞ്ഞാൽ 10⁻² ആണ്. കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ × 10⁻³ 1000 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ ഇതിനെ മീറ്റേഴ്സിലാക്കുമ്പം 0.25 മീറ്റർ എന്നാണ് വരിക. F =
അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഇൻഫർമേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് പവർ കണ്ടുപിടിക്കാം. ദിസ് ഈസ് ഈക്വൽ ടു 1/0.25 എന്ന് വെച്ചാൽ 4 ഡയോപ്റ്റർ പ്ലസ് 4 ഡയോപ്റ്റർ. പവറിന് സൈൻ കൊടുക്കണം, മറക്കരുത്. ഫോക്കൽ ലെങ്ത്തിൽ കൊടുക്കുന്ന പോലെ തന്നെ പവറിനും എന്ത് ചെയ്യണം, സൈൻ കൊടുക്കണം. അപ്പോൾ 1/f ഉപയോഗിക്കുന്നിടത്ത് വരെ നിങ്ങൾ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യണം. ഓക്കെ, അത് വിട്ടുപോകരുത്. ലൈറ്റിൻ്റെ ഏത് ക്വസ്റ്റിലാണെങ്കിലും സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യണം. ഇതിൻ്റെ ആൻസർ +4 ഡയോപ്റ്റർ ആണ്. -4 കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. കാരണം കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്ത് പോസിറ്റീവാണ്, പവറും പോസിറ്റീവാണ്. കിട്ടിയോ എല്ലാവർക്കും? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ 1/f. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ, റിഫ്രാക്ഷനിലെ ക്വസ്റ്റ്യൻ ആണ്. ഒബ്സർവ് ദ ഫിഗർ, ലൈറ്റ് ഫോളിങ് ഓൺ 2 ഡിഫറെൻറ്റ് മീഡിയ. 2 ഡിഫറെൻറ്റ് മീഡിയത്തിൽ എല്ലാവർക്കും പിക്ചർ ക്ലിയർ ആയിട്ട് കാണുന്നില്ലേ? ചോദിച്ചിട്ടുള്ളത് ഇതാണ്, വിച്ച് മീഡിയം ഹാസ് ഗ്രേറ്റർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി? വൈ? വിച്ച് മീഡിയം ഹാസ് ഗ്രേറ്റർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? 2 ക്വസ്റ്റ്യൻ, സബ് ക്വസ്റ്റ്യൻസ് 2 ഉണ്ട്. പെട്ടെന്ന് പറഞ്ഞ എല്ലാവരും, ഇതിലേതിനായിരിക്കും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ, ഏതിനായിരിക്കും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ? ഒരാൾ ഒരു ഡൗട്ട് ചോദിച്ചിരുന്നു, ഒരു സ്റ്റുഡൻ്റ് ഒരു ഡൗട്ട് ചോദിച്ചിരുന്നു, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എങ്ങനെയാണ് മെഷർ ചെയ്യുക? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് മെഷർ ചെയ്യാൻ അറിയാം, കാരണം സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഡിവൈഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം എടുത്താൽ കറക്റ്റ് ഒരു വാല്യൂ കിട്ടും റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്. അതേപോലെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിക്ക് കറക്റ്റ് ഒരു വാല്യൂ മെഷർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു, ഒരു ഡൗട്ട് ചോദിച്ചിരുന്നു. അതോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്നുള്ളത് 2 മീഡിയംസ് തമ്മിൽ ഒന്ന് ഒപ്റ്റിക്കലി ഡെൻസറാണ്, ഒന്ന് ഒപ്റ്റിക്കലി റെയറർ ആണെന്ന് പറയാൻ വേണ്ടിയുള്ള ഒരു ടൂള് മാത്രമാണോ എന്നായിരുന്നു ഡൗട്ട്. അപ്പോൾ ആ ഡൗട്ട് എങ്ങനെയാണ് അത് ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന ടേം തന്നെ ഈ ലൈറ്റിൻ്റെ സ്പീഡ്, മീഡിയത്തിലെ ലൈറ്റിൻ്റെ സ്പീഡിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ള ടേമാണ്. സോ ഒപ്റ്റിക്കലി ഡെൻസർ ആയിട്ടുള്ള മീഡിയത്തിൽ ലൈറ്റിൻ്റെ സ്പീഡ് കുറവായിരിക്കും, ഒപ്റ്റിക്കലി റെയറർ ആയിട്ടുള്ള മീഡിയത്തിൽ ലൈറ്റിൻ്റെ സ്പീഡ് കൂടുതലായിരിക്കും. ഇനി അതെങ്ങനെയാണ് മെഷർ ചെയ്യുക എന്നാണ് ചോദ്യം. അപ്പോൾ അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊണ്ടുവന്നത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൊണ്ടുവന്നത്. ഓക്കെ, സോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയുടെ മെഷർമെൻ്റാണ് ശരിക്കും എന്ത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. രണ്ടും വേറെ വേറെ ഒരു ബന്ധമില്ലാത്ത ടേമുകളല്ല, രണ്ടും ശരിക്കും ഒന്ന് തന്നെയാണ്. ഒന്ന് അതിൻ്റെ കോൺസെപ്റ്റാണ്, അതിൻ്റെ മെഷർ ചെയ്യാനുള്ള വാല്യൂ ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇതിലേതിലാണ് കൂടുതൽ? ഞാൻ ഫസ്റ്റ് കേസ് ഞാനിവിടെ എഴുതാം. ഫസ്റ്റ് കേസിൽ sin i ഡിവൈഡഡ് ബൈ sin r എന്ന് പറയുന്നത് sin 40 ഡിവൈഡഡ് ബൈ sin 20 ഈക്വൽ ടു n1 ഡിവൈഡഡ് ബൈ 1 എന്ന് വരും. അങ്ങനെ തന്നെയാണോ എല്ലാവരും അപ്ലൈ ചെയ്ത്? ആണോ? ഇനി രണ്ടാമത്തതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സിമിലർലി ഇതേപോലെ തന്നെ സെക്കൻഡ് കേസ് ഫോട്ടോയിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ sin 40 ഡിവൈഡഡ് ബൈ sin 30 ഈക്വൽ ടു n2 ബൈ 1 എന്നും വരും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ എല്ലാവർക്കും? ഒന്നുമില്ല, സ്നെൽസ് ലോ അപ്ലൈ ചെയ്തു. സ്നെൽസ് ലോ അപ്ലൈ ചെയ്തപ്പോൾ ആംഗിളിൽ ചെറിയ വ്യത്യാസമുണ്ട്. സോ എൻ്റെ ചോദ്യം, ഇതിലേത് ഫ്രാക്ഷനാണ് വലുത്? ഈ ഫ്രാക്ഷനാണോ അതോ ഈ ഫ്രാക്ഷനാണോ വലുത്? ഏത് ഫ്രാക്ഷനാണോ വലുത് അതിൻ്റെ ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും കൂടുതൽ, കാരണം അപ്പുറത്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ന്യൂമറേറ്ററിലാണ്. sin 40 ന്യൂമറേറ്റർ രണ്ടും സെയിം ആണ്, ഇത് രണ്ടും സെയിം ആണ്. ഡിനോമിനേറ്ററിലേക്ക് നോക്കുക. നിങ്ങൾ ട്രിഗണോമെട്രി ഒക്കെ പഠിച്ചില്ലേ? ഇപ്പോൾ സൈൻ്റെ വാല്യൂ ഇവിടെയൊക്കെ എത്തിയോ? sin 20 ആണോ sin 30 ആണോ വലുത്? എല്ലാവരും പെട്ടെന്ന് ആൻസർ ചെയ്ത്, sin 20 ആണോ sin 30 ആണോ വലുത്? sin 0 ആണ്, 0യിൽ നിന്നാണ് വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത്. sin 90 1 ആണ്. അപ്പം 0 മുതൽ 1 വരെയാണ് ഈ വാല്യൂ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് 20 കഴിഞ്ഞ് 30 എത്തുമ്പം വാല്യൂ കൂടിയിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ sin 30 ആണ് വലുത്. സോ സെക്കൻഡ് ഫ്രാക്ഷനിൽ ഡിനോമിനേറ്റർ വലുതാണ്, സോ ആ ഫ്രാക്ഷൻ ചെറുതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും n1 ഈസ് ഗ്രേറ്റർ ദാൻ n2 എന്ന് മനസ്സിലാകും. ഫസ്റ്റ് ഫോട്ടോയിലുള്ള മീഡിയത്തിനാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ. ഇത് തന്നെയാണ് നമുക്ക് കിട്ടിയത്. എത്ര പേർക്ക് കിട്ടി n1 ഗ്രേറ്റർ ദാൻ n2 എന്ന്? സബ് ക്വസ്റ്റ്യൻ എയും ബിയും ശരിക്കും എന്താണ്? ഞാനിപ്പോൾ പറഞ്ഞ കാര്യമാണ്, രണ്ടും ഒന്ന് തന്നെയാണ്. ഏതിനാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ? ഫസ്റ്റ് മീഡിയം. ഏതിനാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ? ഫസ്റ്റ് മീഡിയത്തിന് തന്നെ. ഓക്കെ, കാരണം എന്താണ്? കാരണമാണ് ഈ എക്സ്പ്ലനേഷൻ. ഓക്കെ, സ്നെൽസ് ലോ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ലൈറ്റ് കൂടുതൽ ബെൻഡ് ചെയ്യുന്നത് ഏതിലാണ്? ഫസ്റ്റ് മീഡിയത്തിലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 1/2 ഓഫ് എ കോൺവെക്സ് ലെൻസ് ഇസ് കവേർഡ് വിത്ത് എ ബ്ലാക്ക് പേപ്പർ. വിൽ ദിസ് പ്രൊഡ്യൂസ് എ കംപ്ലീറ്റ് ഇമേജ് ഓഫ് എൻ ഒബ്ജെക്റ്റ്? അപ്പോൾ ഇതൊരു പ്രോബ്ലം അല്ല, തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ആലോചിച്ചിട്ട് ആൻസർ പറയാം. അപ്പോൾ അതിൻ്റെ ഡയഗ്രം ഞാനിവിടെ വരക്കുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ കോൺവെക്സ് ലെൻസിൻ്റെ ഒരു ഹാഫ് മൊത്തം ഒരു ബ്ലാക്ക് പേപ്പർ കൊണ്ട് കവർ ചെയ്തു. ചോദ്യം എന്താണ്? ഈ ലെൻസ് കംപ്ലീറ്റ് ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യുമോ? എത്ര പേര് ചെയ്യുമെന്ന് പറയുന്നു, എത്ര പേര് ഇല്ല എന്ന് പറയുന്നു. ഇവിടെ ഞാനൊരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. ഫുൾ ഇമേജ് കിട്ടുമോ? ഈ സൈഡിൽ കിട്ടുമോ? ഫുൾ ഇമേജ് കിട്ടും. ഫുൾ ഇമേജും കിട്ടും, ഒരു പേടിയും മേടിക്കേണ്ട, ഫുൾ ഇമേജും കിട്ടും. കാരണം നിങ്ങളിവിടെ നോക്കുക, ഇപ്പോൾ ഇവിടുന്ന് ഒരു റേ വരുന്നുണ്ട്, അത് റിഫ്രാക്ട് ചെയ്തിട്ട് അങ്ങോട്ട് പോയിക്കോളും. അതേപോലെ തന്നെ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ടൊരു റേ വരുന്നുണ്ടാവും, അതും റിഫ്രാക്ട് ചെയ്ത് പോകും. സോ ഈ ഒരു ഫുൾ ഒബ്ജക്റ്റിൽ നിന്ന് എല്ലാ ഭാഗത്തു നിന്നും റേ എന്ത് ചെയ്യാം, ആ ടോപ്പ് ഹാഫിലൂടെ തന്നെ പാസ് ചെയ്ത് പോകും. എന്നിട്ട് അപ്പുറത്ത് ഇമേജ് എവിടെയാണ് കിട്ടേണ്ടത് വെച്ചാൽ അവിടെ കിട്ടിയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? പകുതി കവർ ചെയ്തു എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യില്ല, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ കണ്ണാടി നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം, കണ്ണാടി പകുതി കവർ ചെയ്താലും നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ് മുഴുവനായിട്ട് കണ്ടുകൂടെ? അപ്പോൾ ഇതിൽ പിന്നെ എന്താ വ്യത്യാസം വരാൻ പോകുന്നത്? അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് വ്യത്യാസം വരണമല്ലോ. പകുതി കവർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം സംഭവിക്കണമല്ലോ. എന്തായിരിക്കും അത്? അതൊരിക്കലും പറയാൻ പറ്റുമോ? എന്തായിരിക്കും ഇങ്ങനെ സംഭവിക്കുക? ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റം എന്താണ്? അതായത് ഫുൾ ലെൻസ് വെച്ച് കഴിയുമ്പോൾ, ഫുൾ ലെൻസ് ഉണ്ടായിരുന്ന കേസിൽ ഈ കംപ്ലീറ്റ് ഏരിയയിലൂടെ, ലെൻസിൻ്റെ കംപ്ലീറ്റ് ഏരിയയിലൂടെ ലൈറ്റ് പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. കംപ്ലീറ്റ് ഏരിയയിലൂടെ ലൈറ്റ് പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ഒരുപാട് ലൈറ്റ് പാസ് ചെയ്തിട്ടാണ് ഇമേജ് ഫോം ചെയ്തിരുന്നത്. അപ്പോൾ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഇമേജ് അവിടെ കിട്ടിയിരുന്നു. പക്ഷേ മേലത്തെ കേസിൽ, വീണ്ടും നമ്മൾ മേലത്തെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പകുതി സ്ഥലം ബ്ലാക്ക് പേപ്പർ കൊണ്ട് കവർ ചെയ്ത് കാരണം അത്രയും ഭാഗത്തു കൂടെ എന്ത് പോവില്ല, ലൈറ്റ് പോവില്ല. അത്രയും ഭാഗത്തു കൂടെ ലൈറ്റ് പോവില്ല എന്ന് പറയുമ്പം നേരത്തെ കിട്ടിയ അത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള, അത്രയും നല്ലൊരു ഇമേജ് ഈ കേസിൽ കിട്ടില്ല. മുഴുവനായിട്ട് കാണാം, പക്ഷേ ബ്രൈറ്റ്നെസ്സിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടാകും, കുറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ഇമേജിൻ്റെ ബ്രൈറ്റ്നെസ് കുറഞ്ഞിട്ടുണ്ടാകും. കാരണം പകുതി ലൈറ്റേ വരുന്നുള്ളൂ ഇത്തവണ. നേരത്തെ എന്ത് ചെയ്തു, അടിയിൽ വരച്ച ഡയഗ്രത്തിൽ മുഴുവൻ ലൈറ്റും വരുന്നുണ്ടായിരുന്നു. അതാണ് വ്യത്യാസം. അടുത്തതോ, എ സ്ഫെറിക്കൽ മിറർ ആൻഡ് എ തിൻ സ്ഫെറിക്കൽ ലെൻസ് ഹാവ് ഈച്ച് ഓഫ് ഫോക്കൽ ലെങ്ത് -15 സെൻറ്റിമീറ്റേഴ്സ്. മിറർ ആൻഡ് ലെൻസ് ആർ ലൈക്ലി ടു ബി. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ? 4 ഓപ്ഷൻസിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ്? സിമ്പിളാണ്, അധികം സമയം എടുക്കൊന്നും വേണ്ട. മൈനസ് എന്ന് പറയുമ്പോൾ മിററിൻ്റെ കേസിൽ നെഗറ്റീവ് കിട്ടിയിരുന്നത് കോൺകേവ് മിററിനാണ്. മിററിൻ്റെ കേസിൽ നെഗറ്റീവ് കിട്ടിയിരുന്നത് കോൺകേവ് മിററിനാണ്. ആണോ? ഏതിനാണ് കോൺകേവ്? ലെൻസിൻ്റെ കേസിൽ ഏതിനാണ് നെഗറ്റീവ് കിട്ടിയിരുന്നത്? കോൺകേവിനാണ്. മിററിനോ? മിററിൽ ഏതിനായിരുന്നു നെഗറ്റീവ് ഉണ്ടായിരുന്നത്? ഏതാണ് ആൻസർ? പെട്ടെന്ന് പറഞ്ഞില്ല, ഏതാണ്? രണ്ടും എന്താണ്? കോൺകേവ് ആണ്. കോൺകേവ് ലെൻസിനും കോൺകേവ് മിററിനുമാണ് എന്ത്, നെഗറ്റീവ് ഫോക്കൽ ലെങ്ത് ഉള്ളത്. കോൺകേവ് ലെൻസിനും കോൺകേവ് മിററിനുമാണ് നെഗറ്റീവ് ഫോക്കൽ ലെങ്ത് ഉള്ളത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. മനസ്സിലായോ ഇതുവരെ? ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ സോൾവിങ്ങും കഴിഞ്ഞു. ഇനി ഞാൻ ഹോംവർക്ക് തരുന്നതിൻ്റെ മുന്നേ ആയിട്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിരുന്നു അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു കാര്യം സൂചിപ്പിച്ചിരുന്നു. ഒരു ഔട്ട് ഓഫ് ദി ടെക്സ്റ്റ് ബുക്ക് സംഭവമാണ്. നിങ്ങളോട് ചിന്തിച്ച് നോക്കാൻ പറഞ്ഞിരുന്നു. എത്ര പേര് നോക്കിയെന്നൊന്നും എനിക്കറിയില്ല. അതായത് ഈ വരുന്ന റേ ഒപ്റ്റിക്കൽ സെൻറ്ററിലൂടെ പാസ് ചെയ്ത് പോകുന്ന റേക്ക് ഡിഫ്ലക്ഷൻ ഇല്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടാണ് ഇമേജ് ഫോർമേഷനൊക്കെ ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് നമ്മളിങ്ങനെ അസ്യൂം ചെയ്യാൻ നമുക്ക് സാധിച്ചത്? അവിടെയും റിഫ്രാക്ഷൻ സംഭവിക്കണ്ടേ എന്ന് നിങ്ങൾ ആലോചിക്കണം, അല്ലെങ്കിൽ എന്നോട് ചോദിക്കണം. നിങ്ങൾ ആരും ചോദിച്ചിട്ടില്ല, ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ട് തന്നെ എത്ര പേര് ചെയ്തോ ആവോ. അപ്പോൾ എന്താണ് ഇതിൻ്റെ റീസൺ? ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇത് ക്ലൂ ഒക്കെ തന്നിരുന്നു അല്ലേ? ക്ലൂ ഒക്കെ ഞാൻ തന്നിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തിൻ ലെൻസാണ് കൺസിഡർ ചെയ്യുന്നതൊക്കെ. വളരെ തിന്നായിട്ടുള്ള ലെൻസാണ്. എന്ന് വെച്ചാൽ ലെൻസിൻ്റെ തിക്നെസ് വളരെ ചെറുതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ, ഈ സെൻറ്ററിലുള്ള ഭാഗം നോക്കിക്കഴിഞ്ഞാൽ, ഇത് ഓൾമോസ്റ്റ് ഒരു റെക്റ്റാങ്കുലർ സ്ലാബ് അല്ലേ? ഓൾമോസ്റ്റ് എന്താണ്, വളരെ തിന്നായിട്ടുള്ള ഒരു റെക്റ്റാങ്കുലർ സ്ലാബാണിത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ലൈറ്റ് ശരിക്കും പാസ് ചെയ്യുന്നത് ഏതിലൂടെയാണ്? നമ്മൾ ഈ പറയുന്ന ലൈറ്റ് പാസ് ചെയ്യുന്നത് ഈ സ്ലാബിൻ്റെ അകത്തുകൂടെയാണ്. ഓക്കെ, നമ്മൾ ഈ പറയുന്ന ലൈറ്റ് ശരിക്കും പാസ് ചെയ്യുന്നത് ഈ പറയുന്ന സ്ലാബിൻ്റെ അകത്തുകൂടെയാണ്. അപ്പോൾ സ്ലാബിലൂടെ സംഭവിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. സ്ലാബിൽ എന്താ സംഭവിക്കുക? സ്ലാബിൽ ലൈറ്റ് വരുന്നു, റിഫ്രാക്റ്റ് ചെയ്യുന്നു, എന്നിട്ട് വീണ്ടും പോകുന്നു. ഒറിജിനൽ ഡയറക്ഷനുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇമർജിങ് ഡയറക്ഷൻ അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ ഇത് എന്താണ്? പാരലൽ ആണെന്ന് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ?
ഒറിജിനൽ ഡയറക്ഷനും എക്സിറ്റ് ചെയ്യുന്ന ഡയറക്ഷനും പാരലാണെന്ന് പഠിച്ചിരുന്നു. ഇവിടെയും എന്താ സംഭവിക്കുക, ഇവിടെയും എന്താണ്, പക്ഷേ പാരലാണ്, പക്ഷേ അതിനിടയ്ക്ക് എന്തുണ്ട്, ഒരു ഗ്യാപ്പ് ഉണ്ട് അല്ലേ, ഒരു ഗ്യാപ്പ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഒറിജിനൽ ഡയറക്ഷനിൽ നിന്ന് കുറച്ചും ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്, പക്ഷേ പാരലാണ് എന്ന് നമ്മൾ പഠിച്ചിരുന്നു. ഇനി ഈ സ്ലാബ് വളരെ ചെറുതാണെന്ന് വിചാരിക്കുക. ഈ സ്ലാബ് വളരെ ചെറുതാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ വരച്ചിട്ടുള്ള ഈ സ്ലാബ് വളരെ ചെറുതാണെന്നുണ്ടെങ്കിൽ അപ്പോഴും ലൈറ്റ് വരുന്നു, റിഫ്രാക്റ്റ് ചെയ്യുന്നു, പോകുന്നു. എന്നിട്ട് നമ്മൾ ഒറിജിനൽ ഡയറക്ഷനുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അപ്പോഴും പാരലാണ്, പക്ഷേ ആ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഒറിജിനലും മറ്റവും തമ്മിലുള്ള ഗ്യാപ്പ് വളരെ ചെറുതായിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഒറിജിനലും മറ്റവും തമ്മിലുള്ള ഗ്യാപ്പ് വീണ്ടും ചെറുതായിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മളെടുത്തിരിക്കുന്ന തിൻ ലെൻസിൻ്റെ ആ മിഡിൽ പോർഷൻ ഒരു ചെറിയ സ്ലാബിനോട് ഇക്വലൻ്റ് ആണ്. അപ്പോൾ ചെറിയ സ്ലാബിനോട് ഇക്വലൻ്റ് ആയതുകൊണ്ട് തന്നെ അത് റിഫ്രാക്റ്റ് ചെയ്തിട്ട് പോകുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇതിന് പാരലായിരിക്കും. അതേപോലെ തന്നെ ആ രണ്ട് ഡയറക്ഷൻ തമ്മിലുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ വളരെ ചെറുതായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഇത് എന്താക്കി എടുക്കാൻ പറ്റുന്നത്, അതുകൊണ്ടാണ് ഇത് ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് അസ്യൂം ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, അതാണ് അതിൻ്റെ റീസൺ. അപ്പോൾ ഇത്തരം വാലിഡ് ആയിട്ടുള്ള റീസൺസ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫിസിക്സിൽ ഇങ്ങനത്തെ അസംഷൻസ് ഒന്നും എടുക്കാൻ പറ്റില്ല. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ലെൻസ് എന്ന് എഴുതിയതൊക്കെ തിൻ ലെൻസ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ തിൻ ലെൻസിൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. തിൻ ലെൻസാണ് നമ്മൾ പല സ്ഥലത്തും ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഫൈനലി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമ്മൾ ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യാണ്, ഇന്നത്തെ ക്ലാസ് മൈൻഡപ്പ് ചെയ്യാണ്. അതായത് എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇത് റെയറർ മീഡിയം, ഇത് ഡെൻസർ മീഡിയം. ഓക്കെ, ഇവിടെ ഒരു നോർമൽ ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്കറിയാം ഒറിജിനൽ ഡയറക്ഷൻ ഞാൻ റെഡ് കൊണ്ട് മാർക്ക് ചെയ്യാണ്. ഇങ്ങോട്ടാണ് ബെൻഡ് ചെയ്യുക അല്ലേ. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് റിവേഴ്സ് കേസ് വരച്ചാലോ, ഇവിടെ ഡെൻസറാണ്, ഇവിടെ റെയറാണ്, ഇതിങ്ങോട്ട് വന്നു. ഒറിജിനൽ ഡയറക്ഷൻ ദേ ഇതാണ്. ബെൻഡിങ് എവേ ഫ്രം ദ നോർമൽ ആയിരിക്കും സംഭവിക്കുക. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതിപ്പോൾ എല്ലാവരും കാണാതെ പഠിച്ചു കഴിഞ്ഞു. റെയറിൽ നിന്ന് ഡെൻസറിലേക്ക് പോകുമ്പോൾ ലൈറ്റ് ടുവേർഡ്സ് ദ നോർമൽ ബെൻഡ് ചെയ്യും. ഡെൻസർ നിന്ന് റെയറിലേക്ക് പോകുമ്പോൾ ലൈറ്റ് അവേ ഫ്രം ദ നോർമൽ ബെൻഡ് ചെയ്യും. അത് കാണാതെ പഠിച്ച് എല്ലാവരും വിളിച്ച് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും ഒരു റീസൺ ഉണ്ടാകും. ആ റീസൺ മനസ്സിലാക്കുക എന്നുള്ളതാണ് പഠനത്തിൻ്റെ ഒരു ഫണ്ണെന്ന് പറയുന്നത്. ഫിസിക്സൊക്കെ പഠിക്കുന്നതിൻ്റെ രസം അതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫീല് മനസ്സിലാകണം, ഇതിൻ്റെ പിറകിലുള്ള റീസൺ എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കണം. ക്വസ്റ്റ്യൻ ചെയ്യാനും പഠിക്കണം. അതേപോലെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾ കാണാതെ പഠിക്കേണ്ടി വരും, ഫോർമുലകളൊക്കെ കാണാതെ തന്നെ പഠിക്കേണ്ടി വരും. അതിൻ്റെ കൂടെ തന്നെ വളരെ പ്രധാനപ്പെട്ടുകൊണ്ട് തന്നെ എന്തിനാണ് ഈ പഠിക്കുന്നത്, അല്ലെങ്കിൽ ഓരോന്നും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞു, എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. എന്തുകൊണ്ട് ലൈറ്റ് ഇങ്ങനെ ബെൻഡ് ചെയ്യുന്നു? വൈ? എന്തുകൊണ്ട് നേരെ തിരിച്ചായില്ല? അപ്പോൾ ഇതിൻ്റെ റീസൺ എന്താണ്? മനസ്സിലായോ? ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ ഇവിടെ NR എന്ന് എഴുതാം, ഇവിടെ ND എന്ന് എഴുതാം, ഇവിടെയും ND എന്ന് എഴുതാം, ഇവിടെ NR എന്ന് എഴുതാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സസിൻ്റെ ഷോർട്ട് ഫോമായിട്ട് കൊടുത്തതാണ്. ഇനി ഇവിടെ സ്നെൽസ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഫസ്റ്റത്തതിൽ സ്നെൽസ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സൈൻ IR ഒക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. സൈൻ I ബൈ സൈൻ R ഈക്വൽ ടു ND ബൈ NR. ND ബൈ NR ആണ്. ഓക്കെ, ഇനി ഞാൻ ഈ ഗ്രീൻ കളർ കൊണ്ട് മാർക്ക് ചെയ്തിട്ടുള്ള ആംഗിൾ ഏതാ? ഗ്രീൻ കളർ കൊണ്ട് മാർക്ക് ചെയ്തിട്ടുള്ള ആംഗിൾ ഏതാണെന്ന് പെട്ടെന്ന് പറഞ്ഞു തരുമോ? ഗ്രീൻ കളർ കൊണ്ട് മാർക്ക് ചെയ്തിട്ടുള്ള ആംഗിൾ, അത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തന്നെയല്ലേ? അത് രണ്ട് ക്രോസ് ചെയ്യുന്ന രണ്ട് ലൈൻസാണ്, അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വലാണ്. അപ്പോൾ ഇത് I തന്നെയാണ്, ഗ്രീൻ കൊണ്ട് മാർക്ക് ചെയ്തിട്ടുള്ളത് I തന്നെയാണ്. അപ്പോൾ ബേസിക്കലി റിഫ്രാക്ഷൻ സംഭവിക്കുമ്പോൾ ഐയിൽ നിന്നും കൂടുകയാണോ കുറയുകയാണോ എന്നാണ് ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, ചെക്ക് ചെയ്യപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ അതേപോലെ I മാർക്ക് ചെയ്യാം. പിന്നെ ഞാൻ മാർക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷനാണ്. ബ്ലാക്ക് കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കളറിൽ മാർക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സിറ്റുവേഷനിലും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, I എന്ന ആംഗിളിൽ നിന്ന് ഒന്ന് കുറയുകയാണ്, മറ്റത് കൂടുകയാണ് അല്ലേ. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്നുള്ളത് ഇൻസിഡൻസിൽ നിന്ന് ഒന്ന് കൂടുകയാണ്, ഒന്ന് കുറയുകയാണ്. അപ്പോൾ സ്നെൽസ് ലോൻ്റെ റൈറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ND ബൈ NR എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ND ഗ്രേറ്റർ ആണ്. ഒബ്വിയസ്ലി ND എന്നുള്ളത് ഗ്രേറ്റർ ആണ്. അപ്പോൾ ND ബൈ NR എന്നുള്ള റേഷ്യോ താഴത്തെ സ്നെൽസ് ലോ കൂടെ ഞാൻ ഇവിടെ എഴുതാം.
താഴത്തെ സ്നെൽസ് ലോ സൈൻ ഐ ഡിവൈഡഡ് ബൈ സൈൻ ആർ ഈക്വൽ ടു നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും NR ബൈ ND ആയിരിക്കും. അപ്പോൾ ND ബൈ NR എന്നുള്ളത് ഗ്രേറ്റർ ദാൻ 1 ആണ്. ഈ വാല്യൂ എന്നുള്ളത് ഗ്രേറ്റർ ദാൻ 1 ആണ്, കാരണം ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാൾ വലുതാണ്. ഇവിടെ ലെസ് ദാൻ 1 ആണ് അല്ലേ. NR ഇസ് ലെസ് ദാൻ, ബിക്കോസ് NR ഇസ് ലെസ് ദാൻ ND. ഇവിടെ ND ഈസ് ഗ്രേറ്റർ ദാൻ NR. ഓക്കെ, അപ്പോൾ റൈറ്റ് സൈഡ് ഗ്രേറ്റർ ദാൻ 1 ആണ്. അതൊക്കെ കോൺസ്റ്റൻസ് ആണ്, അതിലൊന്നും മാറ്റം വരില്ല. അതൊക്കെ മീഡിയത്തിൻ്റെ ഫിക്സഡ് വാല്യൂസ് ആണ്, അതിലൊന്നും മാറാൻ പോകുന്നില്ല. അപ്പോൾ റൈറ്റ് സൈഡ് എന്താണ്, ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ലെഫ്റ്റ് സൈഡ് എന്താവണം, ഫസ്റ്റ് കേസിലെ ലെഫ്റ്റ് സൈഡിൽ ഈ ടേം എന്താവണം, ഗ്രേറ്റർ ദാൻ 1 ആവണം അല്ലേ. നല്ല ഇത് ഇക്വേഷൻ ആവുള്ളൂ, നല്ല സ്നെൽസ് ലോ വാലിഡ് ആവുള്ളൂ അല്ലേ, നല്ല അത് ഈക്വൽ ആവുള്ളൂ. അപ്പോൾ ലെഫ്റ്റ് സൈഡ് 1 ആവണമെന്നുണ്ടെങ്കിൽ, ലെഫ്റ്റ് സൈഡും 1നേക്കാൾ കൂടുതലാവണമെന്നുണ്ടെങ്കിൽ, ഗ്രേറ്റർ ദാൻ 1 ആവണമെന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്റർ ചെറുതാവണം. വേണ്ടേ? ഡിനോമിനേറ്റർ ചെറുതാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R എന്താവണം, Iനേക്കാൾ ചെറുതാവണം. ശരിയല്ലേ? R ലെസ് ദാൻ I ആകുമ്പോഴാണ് നമ്മുടെ ഡിനോമിനേറ്റർ, ഈ ഫ്രാക്ഷൻ എന്താവുക, ഗ്രേറ്റർ ദാൻ 1 ആവുക അല്ലേ. ഡിനോമിനേറ്റർ ചെറുതാവും, ന്യൂമറേറ്റർ വലുതാണ്. സോ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡും എന്താവും, ഈക്വൽ ആവും. അപ്പോൾ R ലെസ് ദാൻ I ആയേ പറ്റൂ സ്നെൽസ് ലോ വാലിഡ് ആകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ദേ ഇവിടെ കണ്ടോ, ബെൻഡിങ് ടുവേർഡ്സ് ദ നോർമൽ ആകുമ്പോൾ R എന്താകും, Iനേക്കാൾ ചെറുതാകും. ഞാൻ ഇവിടെ ഒന്നുകൂടെ കാണിക്കാം. ഇതാ I പച്ചയാണ്, ഗ്രീൻ കളർ. ഓക്കെ, അപ്പോൾ Iനേക്കാൾ ചെറുതായിരിക്കണം R, എന്നാലേ സ്നെൽസ് ലോ വാലിഡ് ആവുള്ളൂ. അതുകൊണ്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, ബെൻഡിങ് ടുവേർഡ്സ് ദ നോർമൽ. സിമിലർലി ഇവിടെ ലെസ് ദാൻ 1 ആണ് ആവേണ്ടത്. ഇവിടെ ലെസ് ദാൻ 1 ആവണമെന്നുണ്ടെങ്കിൽ ന്യൂമറേറ്റർ എന്താവണം, ചെറുതാവണം, ഡിനോമിനേറ്റർ വലുതാവണം. അതിന് വേണ്ടിയിട്ട് Iനേക്കാൾ വലിയ എന്തുണ്ടാവും, R ഉണ്ടാവും. അപ്പോൾ Iനേക്കാൾ വലിയ R ഉണ്ടായാൽ മാത്രമേ സൈൻ R എന്നുള്ളത് സൈൻ Iനേക്കാൾ വലുതാവുള്ളൂ. സോ ലൈറ്റ് എങ്ങോട്ട് ബെൻഡ് ചെയ്യണം, എവേ ഫ്രം ദ നോർമൽ ബെൻഡ് ചെയ്താലേ Iനേക്കാൾ വലിയ R പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ സ്നെൽസ് ലോ എന്ന ലോ വാലിഡ് ആണ്. അത് എക്സ്പെരിമെൻ്റലി ഒക്കെ തന്നെ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് ശരിയാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതാണ് എന്തിൻ്റെ റീസൺ, ലൈറ്റ് ഏത് ഡയറക്ഷനിലേക്കാണ് ബെൻഡ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ റീസൺ. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗം ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ലൈറ്റ് എന്ന ചാപ്റ്റർ നമ്മളിവിടെ വെച്ച് നിർത്തുകയാണ്. ശരിക്കും ഇതിൻ്റെ ബാക്കിയാണ് അടുത്ത ചാപ്റ്റർ, കണ്ടിന്യൂഷൻ പോലെ തന്നെയാണ്, പക്ഷേ അതൊരു സെപ്പറേറ്റ് ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായി റിവൈസ് ചെയ്യുക. അടുത്ത സ്ലൈഡിൽ ഇതേ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എല്ലാവരും കൃത്യമായി ചെയ്യുക. ഇതെല്ലാവരും ചെയ്യുക. റേ ഡയഗ്രമൊക്കെ വരക്കാൻ പല ക്വസ്റ്റ്യനിലും പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ തന്നെ വരക്കുക. ഓക്കെ, അതെല്ലാവരും കൃത്യമായി വരക്കുക. അത് കാരണം അത് ബോർഡ് എക്സാമിന് ചോദിക്കുന്നുള്ള കാര്യം 100% ഉറപ്പാണ്, അതിലൊരു സംശയമില്ല. അത് CBSE ആണെങ്കിലും സ്റ്റേറ്റ് സിലബസ് ആണെന്നുണ്ടെങ്കിലൊക്കെ റേ ഡയഗ്രം വരക്കാൻ ചോദിച്ചിരിക്കും. അപ്പോൾ ഈ 5 ക്വസ്റ്റ്യൻ ചെയ്യുക, അതേപോലെ റിവൈസ് ചെയ്യുക. ഇലക്ട്രിസിറ്റി പോലെ തന്നെ നമ്മൾ ലൈറ്റിൻ്റെ ഒരു എക്സാം നടത്തും. ഡേറ്റ് നമ്മൾ നേരത്തെ ഒന്നും അറിയിക്കില്ല, സർപ്രൈസ് ആയിട്ട് ചിലപ്പോൾ അന്ന് ഉച്ചക്കോ അന്ന് വൈകുന്നേരമൊക്കെ അറിയിക്കുള്ളൂ. അത് എല്ലാവർക്കും സന്തോഷമാണെന്ന് വിചാരിക്കുന്നു, കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് എക്സാം എഴുതാൻ കുറച്ചും കൂടെ ആവേശമാണ് സാധാരണ കുട്ടികൾക്ക് ഉണ്ടാവാറ്. ഓക്കെ, ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, ഗുഡ് ബൈ.